ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റ് ഇന്ന് കര തൊടുകയാണ്. ഇന്ന് വൈകിട്ടോടെയായിരിക്കും കര തൊടുക. ആന്ധ്ര തീരത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തൃശൂർ ജില്ലയിൽ ഇന്ന് അവധിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഭവ്യ പാർവതി ചേരുന്നുണ്ട്. ഭവ്യ, മോൻത ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ ഏതൊക്കെ ജില്ലയിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ഗുഡ് മോർണിംഗ്. മോൻതയെ നേരിടാനുള്ള മുന്നൊരുക്കത്തിലാണ് രാജ്യത്തിന്റെ കിഴക്കൻ തീരം. മോൻത ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ കര തൊടുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും പുതിയ ബുള്ളറ്റിനാണ് ലഭ്യമാകുന്നത്. ആന്ധ്ര തീരത്ത് അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 110 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് സഞ്ചരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ആന്ധ്രാപ്രദേശിന്റെ കലിംഗ പട്ടണത്തിനും മച്ചിലിപട്ടണത്തിനും ഇടയിലായിരിക്കും മോൻത ചുഴലിക്കാറ്റ് തീരം തൊടുക. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒഡീഷയിലും അതീവ ജാഗ്രതയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതയാണ് ഈ മോൻത ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആന്ധ്രയിലെ വിവിധ ജില്ലകളിൽ തോരാമഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വ്യാപക മുന്നറിയിപ്പാണ് ഈ 3 സംസ്ഥാനങ്ങളിലും നൽകിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും തെക്കൻ ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ചെന്നൈയിലടക്കം വടക്കൻ ജില്ലകളിലും കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഏറ്റവും പ്രധാനമായി വലിയ മുന്നൊരുക്കമാണ് ആന്ധ്ര സർക്കാർ മോൻതയെ നേരിടാൻ വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആന്ധ്രയിൽ പലയിടങ്ങളിലും പല ജില്ലകളിലും 29-ാം തീയതി വരെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്നടക്കം വിദ്യാർത്ഥികളോട് വീടുകളിലേക്ക് മാറിപ്പോകാനുള്ള നിർദ്ദേശം ആന്ധ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. അതുമാത്രമല്ല, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബീച്ചുകളിലേക്കുമൊക്കെ ഇറങ്ങുന്നതിന് വലിയ നിയന്ത്രണമാണ്, കർശന നിയന്ത്രണമാണ് ആന്ധ്രയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായ മുന്നൊരുക്കങ്ങൾ, സമാനമായ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഒഡീഷയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫുട്പാത്തുകളിലടക്കം ആളുകൾക്ക് പ്രവേശനമില്ല. ഫുട്പാത്തുകളിലുള്ള ഈ ചെറുകിട വ്യാപാരികളെ അടക്കം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പ്രവേശന വിലക്ക് പൂർണ്ണമായും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വലിയ തരത്തിലുള്ളൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആന്ധ്രയിൽ എല്ലാ തരത്തിലും ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ആന്ധ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കം സാഹചര്യങ്ങൾ വിലയിരുത്തുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആന്ധ്ര സർക്കാരിനെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലവിലെ സ്ഥിതിഗതികൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ തരത്തിലും ആന്ധ്രയടക്കം മോൻതയെ നേരിടാൻ സർവ്വസജ്ജമാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് രാവിലെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുന്ന മോൻത വൈകിട്ടോടുകൂടി പരമാവധി 110 കിലോമീറ്റർ വേഗതയിൽ ആന്ധ്ര തീരത്തെ മച്ചിലിപട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ കക്കിനടയുടെ സമീപം കരതൊടുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന പ്രവചനം. ഈ കക്കിനട, ഈസ്റ്റ് ഗോദാവരി, കോനസീമ, എളുരു, വെസ്റ്റ് ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ ജില്ലകളിൽ ഒക്ടോബർ 31 വരെ ആന്ധ്ര സർക്കാർ അവധി നൽകിയിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകൾക്കും, ആന്ധ്രയിലെ ബാക്കി എല്ലാ ജില്ലകൾക്കും 29-ാം തീയതി വരെ സർക്കാർ അവധി നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി സൈന്യത്തോട് പൂർണ്ണ സജ്ജമായിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ആന്ധ്ര സർക്കാരും ഒപ്പം പ്രധാനമന്ത്രിയും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. അത് മാത്രമല്ല, ദേശീയ ദുരന്ത നിവാരണ സേനയെ ആന്ധ്രയിലേക്ക് പൂർണ്ണമായി അയച്ചിട്ടുണ്ട്. അവരെല്ലാവരും സർവ്വസജ്ജമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തമിഴ്നാട്ടിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ചെന്നൈ അടക്കം തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ രാവിലെ മുതൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ മുതൽ നിർത്താതെ പെയ്യുന്ന മഴ എന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന സാഹചര്യമാണ്. അതുമാത്രമല്ല, അടുത്ത 36 മണിക്കൂറിൽ ചെന്നൈയിലടക്കം കനത്ത മഴയുണ്ടാകും എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട്. ചെന്നൈയിലെ ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, വില്ലുപുരം തുടങ്ങിയ ജില്ലകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവിടെ അവധിയാണ്. ആന്ധ്ര, ഒഡീഷ, തമിഴ്നാട് ഭരണകൂടങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഈ മോൻത ചുഴലിക്കാറ്റിനെ നേരിടാൻ, മോന്തയെ പൂർണ്ണമായി നേരിടാൻ രാജ്യത്തിന്റെ കിഴക്കൻ തീരം പൂർണ്ണമായി സജ്ജമാണ്. അനുശ്രീ. ഭവ്യ, അതുപോലെ തന്നെ കേരളത്തിലും ഇന്ന് അതിരാവിലെ തൊട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് തൃശൂർ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് നിലവിലെ സ്ഥിതി കേരളത്തിലെ മഴയുടെ? അനുശ്രീ, സംസ്ഥാനത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ മോൻത ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മഴ കുറയും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്
സംസ്ഥാനത്തിന്റെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി തുടങ്ങിയ ഈ 7 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ഇവിടെയൊക്കെ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന റിപ്പോർട്ട്. അതുമാത്രമല്ല, ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഒപ്പം ഇടിയോടും മിന്നലിനോടുമുള്ള മഴയുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. അതുമാത്രമല്ല, ഇന്ന് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി നൽകിയിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. എന്തായാലും മോൻത ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മോൻത വടക്കോട്ട് നീങ്ങുന്നതോടുകൂടി കേരളത്തിൽ മഴ കുറയും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അനുശ്രീ, അപ്പോൾ നിലവിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം അത് മോൻത ചുഴലിക്കാറ്റ് കൂടി ശക്തി പ്രാപിക്കുന്നത് കൊണ്ടാണെന്ന് വേണോ കണക്കാക്കാൻ? തീർച്ചയായും മോൻതയുടെ ഒരു പ്രഭാവം കേരളത്തിലുമുണ്ട്. അതുതന്നെയാണ് വലിയ തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ മഴയുണ്ടാകും പലയിടങ്ങളിലും എന്നാണ് പ്രധാനമായും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ ഏറ്റവും കൂടുതൽ തെക്കോട്ട് ഉള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ അങ്ങോട്ടാണ് മഴയ്ക്ക് കൂടുതൽ സാഹചര്യമുള്ളത്. എന്തായാലും മോൻതയുടെ ഒരു പ്രഭാവം കുറയുന്നതോടുകൂടി, അല്ലെങ്കിൽ മോൻത പൂർണ്ണമായും വടക്കോട്ട് നീങ്ങുന്നതോടുകൂടി കേരളത്തിൽ മഴ കുറയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും പല ഇടങ്ങളിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാറ്റിന് വലിയ തരത്തിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട്. അതുമാത്രമല്ല, ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത അത് കൃത്യമായി പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ലഭ്യമാകുന്നത്. ഏറ്റവും പ്രധാനമായി കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അതിപ്പോഴും തുടരുകയാണ്. മഴ പലയിടങ്ങളിലും തുടരുമെന്നുള്ള റിപ്പോർട്ടാണ് കേരളത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 ജില്ലകൾക്കാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ അങ്ങോട്ടുള്ള ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ്. അവിടെയൊക്കെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിക്കും മിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. എന്തായാലും മഴ കേരളത്തിൽ ശക്തമായി തുടരുമെന്നുള്ള റിപ്പോർട്ടാണ് ലഭ്യമാകുന്നത്. അനുശ്രീ, ഭവ്യ, ഈ മോൻത ചുഴലിക്കാറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കരയിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തരം മുൻകരുതലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആന്ധ്ര സർക്കാർ വലിയ മുന്നൊരുക്കങ്ങളാണ് ഈ മോൻതയെ നേരിടാൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ഞങ്ങൾ സജ്ജരാണ് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുമായി ടെലിഫോൺ സംഭാഷണത്തിൽ ആന്ധ്ര മുഖ്യമന്ത്രി സംസാരിച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായും സൈന്യത്തെ അടക്കം വിന്യസിച്ചുകൊണ്ട്, ദേശീയ ദുരന്ത നിവാരണ സേനയെ അടക്കം വിന്യസിച്ചുകൊണ്ട് ഏതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് നേരിടാൻ വേണ്ടി ഞങ്ങൾ സർവ്വസജ്ജരാണ് എന്ന് തന്നെയാണ് ആന്ധ്ര സർക്കാരും ഒപ്പം ഒഡീഷ, തമിഴ്നാട് സർക്കാരുകളും അറിയിച്ചിരിക്കുന്നത്. ഈ 3 സംസ്ഥാനങ്ങൾക്കാണ് മോൻതയിൽ വലിയൊരു ഭീഷണി നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി ആന്ധ്രയിൽ തന്നെയാണ്. രാജ്യത്തിന്റെ കിഴക്കൻ തീരം പൂർണ്ണമായും ആശങ്കയിലാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് നേരിടാൻ ഈ 3 സംസ്ഥാനങ്ങളും തയ്യാറാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർണ്ണമായി അവിടെ നൽകി കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കടക്കം, ഒപ്പോൾ കടലിലേക്ക് ഇറങ്ങുന്നതിനടക്കം, ബീച്ചുകൾ, അങ്ങനെ അത്തരത്തിലുള്ള വിനോദ കേന്ദ്രങ്ങളെല്ലാം പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് പോലും വിലക്കുണ്ട് എന്ന് പറയാം. അത്രമാത്രം ഒരു പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് ആന്ധ്ര തീരങ്ങൾ. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പൂർണ്ണമായും മോൻത ചുഴലിക്കാറ്റ് കരതൊടുക. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് 110 കിലോമീറ്റർ വേഗതയിൽ ഇത് കരതൊടുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള ചുഴലിക്കാറ്റിനാണ് സാഹചര്യം ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും സർക്കാരുകൾ എടുത്തു കഴിഞ്ഞു. ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിന് വിലക്കുണ്ട്. കൂടുതലും വിദ്യാർത്ഥികൾക്ക് അവധി നൽകി കഴിഞ്ഞു. ഹോസ്റ്റലുകളിൽ പോലും വിദ്യാർത്ഥികളെ തുടരാൻ അനുവദിക്കുന്നില്ല. വീടുകളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. ഫുട്പാത്തുകളിലടക്കം ഉള്ള കടകളിലും ആളുകളെയും ഒഴിപ്പിച്ചൊരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഗർഭിണികൾക്കടക്കം ആശുപത്രിയിലേക്ക് മാറാനുള്ളൊരു നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. വയോധികരെ ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അങ്ങനെ താഴെ തട്ടിൽ നിന്ന് പോലും ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ വേണ്ടി ഉള്ള മുന്നൊരുക്കങ്ങൾ ആന്ധ്ര സർക്കാർ എടുത്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഒഡീഷയിലെയും കാര്യങ്ങൾ സമാനമാണ്. ഒഡീഷയിലെ തെക്കൻ തീരങ്ങളിൽ വലിയ തരത്തിലുള്ള മഴ തുടരുകയാണ്. അവിടെയും സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്.
ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് എന്നാണ് ഒഡീഷയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തായാലും മോൻതെ നേരിടാൻ സർവ്വസജ്ജമാണ്. ചെന്നൈയിലടക്കം തമിഴ്നാട്ടിലെ പലയിടങ്ങളിലും പല ജില്ലകളിലും ഇന്നലെ മുതൽ കനത്ത മഴ പെയ്യുകയാണ്. കേരളത്തെ മോണ്ട വലിയ തരത്തിൽ ബാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ കേരളത്തിലും പലയിടങ്ങളിലും മഴ തകൃതിയായി പെയ്യുന്നുണ്ട്. മോണ്ട പൂർണ്ണമായും വടക്കൻ തീരങ്ങളിലേക്ക് തൊടുന്നതോടുകൂടി കേരളത്തിലെ മഴയ്ക്ക് കുറവുണ്ടാകും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പക്ഷേ അപ്പോൾ പോലും ജാഗ്രതയ്ക്ക് കേരളത്തിലും കുറവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അനുശ്രീ.